രാവിലെ വളരെ നിമിഷങ്ങൾ കൊണ്ട് തയ്യാറാക്കാവുന്നതും വയറ് നിറയ്ക്കാവുന്നതും വളരെ രുചികരവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നമ്മളുടെ പണി തീർക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു സവാള നമുക്ക് ആവശ്യമുണ്ട്. സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് ആയ അവോക്കാഡോ ആണ്. അവോക്കാഡോ ഇങ്ങനെ ഇരിക്കും. പലർക്കും ഇപ്പോഴും അവോക്കാഡോ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അവോക്കാഡോ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വലിയ ഒറ്റ കുരുവുള്ള ഇതുപോലെയുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾക്ക് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഒരിക്കൽ ഞാൻ ഹാർട്ടിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഏത് ഫ്രൂട്ട് കഴിക്കണം എന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് വന്നത് അവോക്കാഡോ ആണ്. അവോക്കാഡോയിൽ നല്ല കൊളസ്ട്രോൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഹാർട്ടിന് വേണ്ട നല്ല കൊളസ്ട്രോൾ ആയ HDL വർദ്ധിപ്പിക്കാൻ അവോക്കാഡോ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല കൊഴുപ്പ്, പിന്നെ മഗ്നീഷ്യം, അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. ശകലം വില കൂടുതലാണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്നതും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഫുള്ള് അവോക്കാഡോന്റെ ആ ഫ്രൂട്ട്സ് മൊത്തത്തിൽ ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് വടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ച കളറ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുക. വളരെ അധികം നല്ലതാണ് ആ പച്ച. അതുപോലെ തന്നെ ഈ കുരു നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്നും ഇതുപോലെ അതിൻ്റെ അകത്തുള്ള ആ ഫ്രൂട്ട്സ് മൊത്തം എടുത്തതിന് ശേഷം ആ കുരു നമുക്ക് കളയാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലും നമുക്ക് ഒരുപാട് ഗുണമുള്ളതാണ് ശരീരത്തിന്. അത് നമ്മൾക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു 1/2 കഷ്ണം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് വിനീഗർ, ആപ്പിൾ സൈഡർ വിനീഗർ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ചില്ലി ഫ്ലെക്സ്, ഒരു ചെറിയ ചില്ലി ഫ്ലെക്സിന്റെ ഒരു പാക്കറ്റ് നേരത്തെ കാണിച്ചു. ആ ഒരു ചില്ലി ഫ്ലെക്സ് ഇച്ചിരി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ആട്ടയുടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, മൈദയുടെ അല്ല. 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അത് നമുക്ക് ഒന്നുകിൽ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ബ്രെഡ് ഇതുപോലെ 2 വശവും ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു ചീസാണ് വേണ്ടത്. അടുത്തത് ഇതുപോലെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ 5 6 പീസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഒരു ചീസിന്റെ സ്ലൈസ് എടുത്ത് ചൂടായി വന്ന ആ ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അവോക്കാഡോയിന്റെ ഈ സ്പ്രെഡ് നമുക്ക് ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ചീസുമായിട്ട് സ്റ്റഫ് ചെയ്തെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവോക്കാഡോ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവില്ല. അതുപോലെ പൈസ ഇച്ചിരി കൂടുതലായതുകൊണ്ടും പലരും ഇത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഓരോ മരുന്നുകളുടെ വില വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. 1 ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. മെൽഫി ഫ്രം കൊൽക്കത്ത.